അച്ഛനമ്മ പോയിട്ട് സങ്കടായോ? അച്ഛൻ ലഞ്ച് അച്ഛൻ നാളെ ഒട്ടിക്കിട്ട് പോയി. ഓർക്കണ്ടല്ലേ നീച്ചിട്ട് ഓട് അച്ഛനെ കാണാനിട്ട്. ആന്ന് അമ്മ അന്ന് കൊണ്ടില്ല അമ്മ അമ്മ അച്ഛൻ കരുതി വാവ ചീച്ചു വെച്ചതാണെന്ന്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ കൊച്ചു വെളുപ്പം കാലത്ത് തന്നെ, അതായത് 6 മണി ആയിട്ട് ഇല്ല, 5:45. ഈ നേരത്തെ ഞങ്ങൾ പോണത് എവിടേക്കാണെന്ന് അറിയോ? പോസ്റ്റ് ഓഫീസിലേക്ക് ടോക്കൺ കൊടുക്കുന്നുണ്ട്. സംഭവം ആധാർ കാർഡിൽ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ചേഞ്ച് ചെയ്യണം. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് 3 വർഷമായി, ഒരു ഡീറ്റെയിൽസും ചേഞ്ച് ചെയ്തിട്ടില്ല. രാവിലെ ജസ്റ്റ് എത്ര 50 പേർക്ക് എത്ര ടോക്കൺ കൊടുക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളവിടെ പോകണം, ടോക്കൺ എടുക്കണം. ഇല്ലെങ്കിൽ പരിപാടി നടക്കില്ല. പിന്നെ അടുത്ത ദിവസത്തേക്ക് അത് മാറും. ഇന്നലത്തെ അല്ല, ഇന്നിട്ടതാ അത്. ആ അവിടെ അതിനകത്ത് കുറേ ഇതുണ്ട്. ഇതോ ആ വടയൊക്കെ ഇതേണ്ട്, ഈ കാണുന്ന വടയൊക്കെ ഇപ്പം ഇട്ടതാണ്. തീരവട ഇട്ടിട്ടില്ല, ഇടും, സമയമായിട്ടില്ല. ഈ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം ഇതിനു വേണ്ടി വന്നതാണ്. ഇപ്പം 6:15 ഉള്ളൂ. ഇപ്പം തന്നെ ഒരു 20-25 പേര് വന്നിട്ടുണ്ടാവും ടോക്കണ്. മാക്സിമം 50 ടോക്കണേ കൊടുക്കുള്ളൂ അത്ര. എനിക്ക് അതല്ല, എന്താന്ന് വെച്ചാല് ഇപ്പൊ 9 മണിക്ക് ടോക്കൺ തരും. നമുക്ക് ഉച്ചക്കാണ് വരാൻ പറയണെങ്കിൽ എങ്ങനെ വരും ഈ വെയിലത്ത്? എനിക്ക് വയ്യാട്ടോ, നോക്കൂ. വേറെ വഴിയില്ല. അയ്യോ പാവം, കുട്ടീനെ വരെ കൊണ്ടുവരണം ഈ വെയിലത്ത്. അങ്ങനെ 10:30 കഴിഞ്ഞപ്പോഴേക്കിതാ ഞങ്ങൾ തിരിച്ചെത്തി. പാകുട്ടി കഴിച്ചോ? രാവിലെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. ദോശ കഴിച്ചേ. ഇനി നമുക്ക് കറക്റ്റ് 12 മണി കഴിഞ്ഞ് 1 മണിയാകുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്തണം കേട്ടോ. 1 മണിക്കാണ് നമ്മുടെ ഒപ്പിടൽ സൈൻ ചെയ്യുന്ന പരിപാടിയൊക്കെ. ഡ്രസ്സൊക്കെ മാറി തരാം. ഓക്കെ. കൈ കഴുകും പറയാതെ കൂടെ നിർത്തുന്നു. അച്ഛൻ കരുതി വാവ ചീച്ചു വെച്ചതാണെന്ന്. ചീച്ചു വെച്ചതല്ലേ? വാവക്കുട്ടി അച്ഛനമ്മ പോയിട്ട് സങ്കടായോ? എന്നിട്ടോ? സങ്കടം വീട് താഴ്ത്തിറങ്ങി. എന്തോ സങ്കടം വീട്ട് താഴ്ത്തിറങ്ങി. എന്നിട്ട് താഴ്ത്തിറങ്ങിട്ട് അച്ഛനൊന്ന് താഴ്ത്തൊന്ന് കറിയോ. താഴത്ത് വന്ന് കരഞ്ഞോ? അച്ഛൻ ലഞ്ച് അച്ഛൻ നാളെ ഒട്ടിക്കിട്ട് പോയി. അച്ഛൻ ലേറ്റോ? ഞാൻ രാത്രി ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയതാണോ കൊണ്ടില്ല. ചേടാ, അച്ഛനെ കാണാണ്ട് ചൊത്തൻ കരഞ്ഞിരിക്കണു. പാവം ചെത്തുമണി. കറങ്ങാനല്ലേ? കറങ്ങാൻ വേണ്ടിട്ടല്ലേ? അമ്മ അന്ന് കൊണ്ടില്ല. അച്ഛ പോയാലോ ഒറ്റ പോകത്തില് ഞാൻ പോയിട്ട് ഓർക്കണ്ടിൽ ഓടുക. ഓർക്കണ്ടിൽ നീച്ചിട്ട് ഓടുക അച്ഛനെ കാണാനിട്ട്. ആന്ന് അമ്മ അന്ന് കൊണ്ടില്ല. അമ്മ അമ്മ അച്ഛൻ്റെ കയ്യിലല്ലേ കറങ്ങലെടുക്കുള്ളൂ. അയ്യോ മറിച്ചിട്ടോ, എന്താ ടൈല് കളിച്ചു തീർന്നത്. അതെ, ഇന്നിപ്പോ ആധാർ കാർഡിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വന്നു പറഞ്ഞാൽ നമുക്ക് റേഷൻ കാർഡിന്റെയും പിന്നെന്താണ് ഗ്യാസിന്റെയും അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. അഡ്രസ്സ് അല്ലല്ലോ, ആരാണ് ഗൃഹനാഥൻ എന്നുള്ളതിന്റെ അത് മാറ്റണ്ടേ? കിളി പോയ പോയെന്നല്ല എത്രയാ ഞാനും പറയണു. അത് മാറ്റണം. ഇപ്പൊ അമ്മയുടെ പേരിലായിരിക്കുന്ന ഗ്യാസ്. അമ്മയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഹെൽത്ത് ഇരിക്കുന്നത്. ഒന്നുകിൽ ഇയാളെ പേരിക്കാക്കണം, അല്ലെങ്കിൽ എന്റെ പേരിക്കാക്കണം. ഏട്ടനെ പേരിലാക്കിക്കോ. ഞാനാണ് മുഖത്ത് ഇങ്ങനെ പൗഡർ തേച്ച് പാണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാണ്ടായോ? ഏയ് അയ്യോ, ചെറുതായിട്ട്. ഇയാൾക്ക് എന്തിനാണ് ഇങ്ങനെ പൗഡർ? അല്ലെങ്കിൽ വെളുത്തിരിക്കുക. അപ്പൊ പാണ്ടായിട്ടായിരിക്കണേ. പാണ്ടത്തി ഇവിടെ ഒക്കെ ഉണ്ട്. പതുക്കെ വാ കുട്ടി. ഞങ്ങളിതാ ഏകദേശം 1 മണി ആവാറായി. ഇപ്പം ഞങ്ങൾക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്കുള്ള ടോക്കൺ ടൈം. 3 പേർക്കും അഡ്രസ്സ് മാറ്റാനുണ്ട്.
പാവക്കുട്ടിക്ക് ബയോമെട്രിക് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്താ കാര്യങ്ങൾ അറിയില്ല, അവിടെ പോയി നോക്കട്ടെ. ഭയങ്കര ജാടയും ഭയങ്കര അഹങ്കാരമാണ് സ്റ്റാഫുകൾക്ക് പോസ്റ്റ് ഓഫീസിൽ അല്ലേ. സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് ദേ റെഡിയായി. ഞങ്ങൾക്ക് 3 അക്കൗണ്ട് ആധാർ കാർഡിൽ അപ്ഡേഷൻ. പാവയ്ക്ക് ഇപ്പോൾ എവിടേക്കാണ് പോകണ്ടേ? SS പോകണോ, പിസ കഴിക്കാൻ പോകണോ? പിസയോ? അവൾക്ക് പിസ എത്ര വേണ്ടത്? അവള് കൊറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു പിസ്സ പിസ്സ പിസ്സാന്ന്. പിസ കഴിച്ചാൽ മതിയോ? വട്ടത്തിലൊരു പിസ. അത് പാവക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ പിസ കഴിക്കാൻ പോവാണ്. നൂലുണ്ട്, പൊളിക്കുമ്പോ വരും നൂല്. വലിയ പിസ്സ സന്തോഷമായോ? രസമുണ്ട്, കഴിച്ചോളൂ. ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ. Yummy, yummy, tasty. Yummy, yummy, tasty. Yummy, yummy, yummy. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മുവിൻ്റെ ഫോണിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും റിപ്പയർ ചെയ്തു. അത് വെള്ളം കയറിയിട്ടാകെ നാശമായിപ്പോയി. ഇനിയിപ്പോൾ ഇത് നാളെ തുറക്കാൻ പാടുള്ളൂ അത്രേ. വാവക്കുട്ടി ഇത് നാളെ വാവയ്ക്ക് ഈ കാർട്ടൂണൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ സോപ്പ് വെള്ളമാക്കി അമ്മ, സോപ്പാക്കി നാശാക്കി. ഇത് നാളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 6:15 നമ്മൾ ആധാറിൻ്റെ പരിപാടി അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് അങ്ങനെ എല്ലാ പരിപാടികളും ഇതേ ഇപ്പം കഴിഞ്ഞു. വാവക്കുട്ടി രസം എന്താണെന്നറിയോ? വാവക്കുട്ടിയുടെ ഈ വിരലടയാളല്ലേ, ഇത് കിട്ടണില്ല. എത്ര വട്ടാ ചെയ്തെന്നറിയോ? മാറി 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 ചെയ്തിട്ടുണ്ട് ഞങ്ങള്, കിട്ടണില്ല. ഇത് ഈ ആധാർ കാർഡിന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വിരലടയാളം വെക്കേ, ഈ കുഞ്ഞു വിരലിൻ്റെ മുകളിൽ സാധനമില്ല. എന്നിട്ട് എത്ര ഇടങ്ങാറായിന്നറിയോ അല്ലേ? നമ്മൾ കിടന്ന് ആയാലും കഷ്ടപ്പെട്ടു. അയാൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. കുഞ്ഞു വിരലിൽ അടയാളം വരണ്ടേ? എന്നിട്ട് അവസാനം കിട്ടി. അവളുടെ കണ്ണെടുത്തു, അവളുടെ വിരലെടുത്തു. ഒരു നേരമായി, ഏകദേശം കഴിഞ്ഞു. ഇനി ഇവളുടെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാണ്ട്. ഞങ്ങളുടെതെല്ലാം അഡ്രസ്സൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കി. മനസ്സിലായോ? ഞങ്ങളുടെയൊക്കെ നമ്മൾ 3 കൊല്ലം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ അഡ്രസ്സിലേക്ക് മാറ്റിയിട്ടില്ലല്ലോ ആധാർ കാർഡ്. അത് മൊത്തം മാറ്റി. ഇനി വാവക്കുട്ടിയുടെ മാത്രം ആധാർ കാർഡ് നമുക്ക് അതിലേക്ക് മാറ്റാനുണ്ട്. പുതിയ ഇവിടുത്തെ അഡ്രസ്സിലേക്ക് മാറ്റാനുണ്ട്. അത് പഴയ അഡ്രസ്സിലാണ് നിൽക്കണം. അതിന് ഇനി ഒരിട്ടും കൂടി പോകണം. ഞാൻ പൊക്കോളാം. അതിന് ഒന്ന് നേരായി കിട്ടണമെങ്കിൽ എത്ര പ്രാവശ്യം ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതാണ്. മനുഷ്യനാണ്ട് വേറും ചുറ്റിക്ക് മനുഷ്യനായിട്ടിട്ട് വട്ടം കറക്കും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. എപ്പോ പോയത് ചെയ്തു. അതേ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനേ ഉള്ളൂ. അതെ, രണ്ടാമത്തെ വരത്തേക്ക് എനിക്ക് വയ്യേട്ടാ. അയാൾ വേണമെന്ന് വെച്ചിട്ട് ചെയ്യണതാ. ചൂടത്ത് വയ്യേ, നിങ്ങൾ പോയിട്ട് വരി. നമ്മുടെ പോസ്റ്റ് ഓഫീസ് പോയി. എന്നിട്ട് പോസ്റ്റ് ഓഫീസ് പോയി ആധാർ കാർഡ് ശരിയാക്കി. ആധാർ കാർഡ് ശരിയാക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. നാളെ എവിടേക്കറിയോ? നാളെ ആധാർ കാർഡിലാക്കാൻ പോസ്റ്റ് ഓഫീസ് പോയി. പോസ്റ്റ് ഓഫീസ് പോയിട്ടാണ് നമ്മളിപ്പോ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയിട്ട് എന്നിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നേരത്തെ വീണ്ടും കാണാം. ബൈ.